പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ മിനിയാന്ന് ചെയ്ത വ്ളോഗിൻ്റെ രണ്ടാം ഭാഗമാണ്. അന്ന് ലഞ്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ചിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടേനു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം ഓടാനുണ്ട് മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക്. ഇപ്പോൾ കുട്ടികൾക്ക് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാവരും കുറേ ദിവസമായിട്ട് പറയുന്നുണ്ടേനു എവിടെയെങ്കിലും ടൂറ് പോകണമെന്ന്. അപ്പോൾ അടുത്തായിട്ട് മുഴപ്പിലങ്ങാട് ബീച്ചാണുള്ളത്, അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാന്നേ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്യലൊക്കെ വളരെ കുറവാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും വരുന്നില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ആ ഒരു സ്ക്രീനിൽ 2 തവണ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ. അങ്ങനെ ഏകദേശം ഒരു 4:30 മണിയാകുമ്പോഴേക്കും നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. വന്ന സമയത്ത് നല്ല വെയിലായിരുന്നു. എന്നാലും ഉച്ച കഴിഞ്ഞിട്ടായതുകൊണ്ട് തന്നെ അത്ര വലിയ ചൂടൊന്നും ഇല്ല കേട്ടോ. നല്ല കാറ്റുണ്ടേനു. വന്ന സമയത്ത് ഇഷ്ടംപോലെ ഫാമിലീസ് ഉണ്ട്. വെക്കേഷൻ ടൈമല്ലേ, ക്രിസ്മസ് അവധിയിലാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടംപോലെ ഫാമിലിയും ഉണ്ട്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ബീച്ച് ആയതുകൊണ്ട് ഇഷ്ടംപോലെ വണ്ടികളുണ്ടേനു. ഡ്രൈവിംഗ് പഠിക്കുന്ന സ്കൂട്ടിയും കാറും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ വണ്ടികളും ഉണ്ടേനു. അപ്പോൾ കുട്ടികൾക്ക് മെയിനായിട്ട് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് ബീച്ചിൽ പോകാമെന്ന് നിർബന്ധം പിടിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തിയ ഉടനെ കുട്ടികളൊക്കെ ഡ്രസ്സ് ചേഞ്ച് ആക്കിയിട്ട് എല്ലാവരും വെള്ളത്തിലേക്ക് ഓടുകയെന്ന്. ഈ 4 കുട്ടിപ്പട്ടാളാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെള്ളത്തിലിറങ്ങാന്നുള്ള ഒറ്റ ഇതിനകത്താണ് അവർ ബീച്ചിൽ പോകണമെന്ന് നിർബന്ധം പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 വണ്ടിയിലായിട്ടാണ് വന്നത്. 5-8 വലിയവരുണ്ടേനു. അതിൻ്റെ കൂടെ തന്നെ ഈ 4 കുട്ടികളാണുള്ളത്. അപ്പോൾ ആദ്യമൊന്നും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടേനു. കുറച്ച് സമയം ഇറങ്ങിയിട്ടുണ്ടേനു. അങ്ങനെ കുറച്ച് സമയം കുട്ടികൾ കളിക്കുന്നതൊക്കെ നോക്കി നിന്ന് അതിനുശേഷം മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടല്ലോ, അത് കാണാമെന്ന് വിചാരിച്ചിട്ട് ഒരു 2 കിലോമീറ്ററോളം നമ്മൾ മുന്നോട്ട് നടന്നിട്ടുണ്ടേനു. പക്ഷെ അങ്ങനെ ഒരു സംഭവമൊന്നും കണ്ടില്ല. അപ്പോൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് വീണ്ടും നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്തത്. അപ്പോൾ കുട്ടികളൊക്കെ വീണ്ടും നല്ല കളിയിലാണ്. എല്ലാവരും ഒത്തുകൂടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ എല്ലാവരും ഓരോ കോൺ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് അതിനുശേഷം സമയം ഒരു 5:45 അതിനുശേഷം ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ആയിട്ട് നല്ലൊരു ചായപ്പീടിയ കണ്ടു. അപ്പോൾ അവിടെ നിന്ന് ചായയും സ്നാക്കൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ചാക്കി ഇവിടേക്ക് വന്നിരിക്കുകയാണ്. നല്ല അടിപൊളി പോക്കറ്റ് ഷവർമയും അതുപോലെ തന്നെ സാൻഡ്വിച്ച്, കല്ലുമ്മക്കായി, ബോണ്ട, പരിപ്പ് വട, ഉള്ളിവട, ഇങ്ങനെ പല സ്നാക്സും ഉണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ വേണ്ടിയത് വാങ്ങിച്ചിട്ട് കഴിച്ച്, ചായ വേണ്ടിയവർ ചായയൊക്കെ വാങ്ങിച്ച്, സ്നാക്സൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാഷാ അല്ലാ. പോക്കറ്റ് ഷവർമയൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ബീച്ചിലേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടി ഇവിടെ സൺസെറ്റൊക്കെ കണ്ട് അതുപോലെ കുറച്ച് സമയം കൂടി ഫോട്ടോസും ഇതൊക്കെ എടുത്തിട്ട് നമ്മളിനി ഇവിടെ നിന്നും ഇറങ്ങിയെന്ന്. അസ്ർ നിസ്കരിച്ചിട്ടില്ല. വഴിയിൽ വെച്ചിട്ട് എവിടെയെന്നെങ്കിലും അസ്ർ നിസ്കരിക്കണം. അതിനുശേഷം ചെറിയൊരു പർച്ചേസൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ 5:45 തന്നെ നമ്മൾ ഇവിടെ നിന്നും ഇറങ്ങിയെന്ന്. ഇനി നമ്മൾ നേരെ പോകുന്നത് നെസ്റ്റോയിലേക്കാണ്. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റോളം ഓടാനേ ഉള്ളൂ നെസ്റ്റോയിലേക്ക്. സാധാരണയായിട്ട് നമ്മൾ കണ്ണൂരിൽ വന്ന സമയത്ത് നെസ്റ്റോയിൽ കയറിയിട്ട് ഗ്രോസറി പർച്ചേസൊക്കെ നടത്താറുണ്ട്. അല്ലാതെ അതിനായിട്ട് കണ്ണൂരിലേക്ക് വരാറൊന്നുമില്ല. നമ്മളെ നാട്ടിൽ നിന്ന് തന്നെയാണ് സാധനങ്ങളൊക്കെ വാങ്ങുന്നത്.
അപ്പോൾ എല്ലാവർക്കും കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം. അവിടെ ആകുമ്പോൾ നല്ല ഫ്രഷ് ഐറ്റംസൊക്കെ കിട്ടും കേട്ടോ. വെജിറ്റബിൾസ് ആയാലും അതുപോലെ നല്ല ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഗ്രോസറി ഐറ്റംസൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ കുറച്ച് ചെറിയൊരു പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ വെൽക്കം ചെയ്യാൻ വേണ്ടി സാന്താക്ലോസ് അപ്പൂപ്പനും അതുപോലെ ക്രിസ്മസ് ട്രീ ഒക്കെ അവർ ഒരുക്കിയിട്ടുണ്ടേനു. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇവിടെ എത്തിയ ഉടനെ നമ്മൾ അസറും മഗ്‌രിബൊക്കെ ഇവിടെ സെക്കൻഡ് ഫ്ലോറിൽ പ്രെയർ റൂമുണ്ട്. അവിടെ പോയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പർച്ചേസിനായിട്ട് ഇറങ്ങിയത്. അങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയത് നല്ല കാര്യം തന്നെയാണ്. കാരണം വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വെറുതെ നിസ്കാരം കളയണ്ടല്ലോ. ആ ഒരു സമയത്ത് അവിടെ കയറിയിട്ട് നിസ്കരിക്കാം. അപ്പോൾ അതിന് ശേഷം പർച്ചേസൊക്കെ ചെയ്തിട്ട് മെല്ലെ വന്നാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പർച്ചേസിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും കുറേശ്ശെ സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. കണ്ണൂരിൽ വന്ന സ്ഥിതിക്ക് അങ്ങനെ കയറിയതാണ്. കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കണം. അതുപോലെ തന്നെ കുറച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഗ്രോസറി ഐറ്റംസൊക്കെ കുറച്ച് വാങ്ങിക്കണം. അങ്ങനെ വന്നതാണ്. നമ്മൾ ഈ പർച്ചേസിനായിട്ട് ഇവിടെ നെസ്റ്റോയിലേക്കായിട്ട് നമ്മൾ വരാറൊന്നുമില്ല കേട്ടോ. കണ്ണൂരിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വന്ന സമയത്ത് മാത്രമേ ഇവിടെ കയറിയിട്ട് പർച്ചേസ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. പൊതുവെ അധിക സൂപ്പർ മാർക്കറ്റിലും സാറ്റർഡേ സൺഡേ ആണ് വെജിറ്റബിൾസിനൊക്കെ ഓഫർ ഇടൽ. ഇതിപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറൊക്കെ പ്രമാണിച്ചിട്ട് നല്ല ഓഫർ ഉണ്ട് കേട്ടോ. ബേക്കറി ഐറ്റംസിനായാലും ഗ്രോസറി ഐറ്റംസിനും ഒക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ മക്രോണിക്ക് കോംബോ ഓഫറായിട്ട് 2 1/2 കിലോഗ്രാമിൻ്റെ പാക്കറ്റ് കൊടുക്കുന്നത്. മുകളിൽ തന്നെ അതിൻ്റെ റേറ്റൊക്കെ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 139 രൂപയാണ്. അപ്പോൾ നല്ല അടിപൊളി മക്രോണി തന്നെയാണ്. അതുപോലെ തന്നെ ഓട്സ്, പിന്നെ വറുത്ത റവയുണ്ട്, പിന്നെ അജ്മി സ്റ്റീമേഡ് പുട്ടുപൊടി ഉണ്ടല്ലോ, അതിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അതുകൂടാതെ ലിക്വിഡ് ഡിറ്റർജൻറ്റ്, അതുപോലെ ഡിറ്റർജൻറ്റ് പൗഡർ, പിന്നെ നമ്മളെ കംഫർട്ട് ഉണ്ടല്ലോ ഫാബ്രിക് കണ്ടീഷണർ, അതിനൊക്കെ നല്ല ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത്, അപ്പോൾ ഇനി പർച്ചേസൊക്കെ കഴിഞ്ഞ് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന് സമയം ഏകദേശം 8:30 മണിയായിട്ടുണ്ട്. ഇനി വഴിയിൽ വെച്ച് ഫുഡ് കഴിക്കണം, വീട്ടിലോട്ട് മടങ്ങണം. അങ്ങനെ നെസ്റ്റോയിൽ നിന്ന് ഇറങ്ങാൻ നോക്കുമ്പോഴേനു ഇതുപോലെ ഫ്രഷ് ജ്യൂസ് ഐസിലിട്ട് വെച്ചിട്ട് കണ്ടത്. അങ്ങനെ ആവശ്യമുള്ളവരൊക്കെ ഓരോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അവക്കാഡോ ജ്യൂസ് ഉണ്ട്, ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട്, ആപ്പിൾ ജ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ വാട്ടർമെലൺ ജ്യൂസ്, ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഓരോന്ന് വാങ്ങിച്ച് അങ്ങനെ ഇനി ബില്ലൊക്കെ ആക്കിയതിന് ശേഷം നമ്മൾ ഇറങ്ങുകയാണ്. സമയം 8:30 മണിയായിട്ടുണ്ട്. വഴിയിൽ വെച്ച് ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഇനി വീട്ടിലെത്തിയിട്ട് ഫുഡ് ഉണ്ടാക്കാനൊന്നും സമയമില്ല. വീട്ടിലെത്തുമ്പോഴേക്കും 10 മണിയാവും. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അവിടുത്തെ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഫോണിലൊട്ടും ചാർജ് ഇല്ലേനു. അപ്പോൾ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.